വാരം ദോഹയിൽ വ്യത്യസ്തമായൊരു കാർണിവൽ ടെൻ്റ് ഉയർന്നു. ആഘോഷങ്ങൾക്ക് മാത്രമല്ല ഈ ടെൻ്റ്, പ്രവാസികൾക്ക് നൽകേണ്ട സേവനങ്ങൾ എത്തിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഈ ടെൻ്റ്. ആ ടെൻറ്റിനകത്തെ കാഴ്ചകൾ കാണാം. സ്വയം മറന്ന് മറ്റുള്ളവർക്കായി ഉരുകിത്തീരുന്നവരാണ് പ്രവാസികൾ. തിരക്കിനിടയിൽ സ്വന്തം ആരോഗ്യം പോലും നോക്കാൻ സമയം കിട്ടാത്തവർ, ഭാവിയെക്കുറിച്ച് ആധിയേറെയുണ്ടെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സമയമില്ലാത്തവർ, ഉത്തരമറിയാവുന്നവരെ തിരഞ്ഞു പോകാൻ സാധിക്കാത്തവർ, ഇവരെയെല്ലാം പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം ഖത്തറിൽ ഒരു കൂടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ അവരുടെ ആവശ്യങ്ങൾക്കും സംശയങ്ങൾക്കും പരിഹാരം കണ്ടെത്തി. കരിയറുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത് പ്രധാനമായും CV ക്ലിനിക്ക്, മോക്കപ്പ് ഇൻ്റർവ്യൂ, അതുപോലെ ഹയർ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മിഡിൽ ഈസ്റ്റിലെ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാള്, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് കെയർ ദോഹ ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാസി വെൽഫെയറിൻ്റെ കരിയർ വിഭാഗവും കെയർ ദോഹയും ചേർന്നുകൊണ്ടാണ് ഈ സ്റ്റാളുകൾ ഇവിടെ നടക്കുന്നത്. 12 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ട്രെയിൻഡ് വോളണ്ടിയേഴ്സാണ് ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത പഠന മേഖലയിൽ പുതുവഴി തേടുന്ന വിദ്യാർത്ഥികൾക്ക് വെളിച്ചമായി കരിയർ ഗൈഡൻസ്. നിക്ഷേപ സാധ്യതകൾ അന്വേഷിക്കുന്ന പ്രവാസികൾക്ക് വിവിധ പദ്ധതികളുമായി വിദഗ്ധരും സംരംഭകരും. ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകളുമായി എത്തുന്നവർക്ക് രക്തപരിശോധനയും ഡോക്ടർ കൺസൾട്ടേഷനും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികൾക്കായി തയ്യാറാക്കിയ പദ്ധതികൾ അറിയാനും അംഗമാകാനും ആഗ്രഹിച്ചെത്തുന്നവർക്ക് അതിനും വഴിയുണ്ടായിരുന്നു. ജോലിക്ക് അവധി നൽകി ദിവസങ്ങൾ അലഞ്ഞാൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ. മേളകളും സമ്മേളനങ്ങളും ഏറെ കണ്ട പ്രവാസ മണ്ണിന് സേവനങ്ങൾ കൊണ്ടുള്ള ഈ കാർണിവൽ തീർത്തും പുതുമ നിറഞ്ഞതായിരുന്നു. ഇവിടെ ഓരോ സ്റ്റാളും എല്ലാ ഇതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാളുണ്ട്. മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കൽ, കരിയറിൻ്റെതും എല്ലാത്തിനും ഉണ്ട്. നമ്മൾ ഓൾറെഡി എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയതാണ്. അപ്പം ഒരു കുടക്കീഴിൽ എല്ലാം ഉണ്ട്. അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടി. ആക്ച്വലി ഞാനിവിടെ ഖത്തറിൽ 20 വർഷത്തിലധികമായി. ഈ രൂപത്തിലുള്ള പരിപാടി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എല്ലാം ഒരു കുടക്കീഴ് എന്നൊക്കെ പറഞ്ഞ പോലെ എക്സാക്ട്ലി അക്ഷരാർത്ഥത്തിൽ എല്ലാം ഒരു കുടക്കീഴിലുള്ളതാണ്. എന്ന് മാത്രമല്ല നാട്ടിലെ ഒരു കാർണിവലിൻ്റെ ഒരു പ്രതീതി. ഞാൻ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഖത്തറിലെ 23 വർഷത്തെ ആദ്യത്തെ അനുഭവമാണ്. വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ബെനിഫിഷ്യറി ആയിട്ടുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള പരിപാടി. സാമ്പത്തിക അച്ചടക്കത്തെയും നിക്ഷേപ സാധ്യതകളെയും കുറിച്ചുള്ള ശില്പശാല, ഉന്നത വിദ്യാഭ്യാസത്തെയും സ്കോളർഷിപ്പുകളെയും കുറിച്ചുള്ള പ്രത്യേക സെഷൻ, ഹമദ് ഹാർട്ട് ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടെ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും 50ഓളം പവലിയനുകൾ ഉൾപ്പെടുന്ന എക്സിബിഷൻ, കലാപരിപാടികൾ, ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയവയും കാർണിവലിൽ നടന്നു. ശരിക്കും ഇവിടെ വന്നപ്പോൾ നാട്ടിൽ വന്നൊരു ഫീലാണ്. നമ്മൾ പ്രവാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പുകൾ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് എവിടെ പോയി അന്വേഷിക്കണം, എവിടെ പോയാൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാർക്ക് മനസ്സിലാവാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആ ഒരു സേവനങ്ങൾ മാത്രമല്ല, ബാക്കി നമ്മളൊരു നാട്ടിലൊരു പൂരത്തിനൊക്കെ പോയില്ലേ, അതുപോലെ നമുക്ക് ഫുഡ് ഐറ്റംസ് റെഡിയാണ്. നമുക്ക് അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ്, കുറേ പെർഫ്യൂംസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ കിട്ടുന്നതുകൊണ്ട് ശരിക്കും നാട്ടിലത്തെ ഒരു ഫീല്. സംഘടനയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ ഈ പരിപാടി ഒരുക്കിയത്. അൽവക്ര ബർവ വില്ലേജിലെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിൽ ഒരുക്കിയ ടെന്റിൽ നിറയെ ചോദ്യങ്ങളും ആശയങ്ങളുമായി എത്തിയവരെല്ലാം നിറഞ്ഞ മനസ്സോടെയാണ് മടങ്ങിപ്പോയത്.